അക്ഷയ്, നേരത്തെ ശ്യാംരാജ് പറഞ്ഞത് വളരെ ശരിയാണ്. കാരണം SFI എന്ന പ്രസ്ഥാനത്തിന് ചുറ്റും നിൽക്കുന്ന അധ്യാപക സംഘടനകൾ, സർവീസ് സംഘടനകൾ, പാർട്ടി തന്നെയും പുറത്തു നിന്നെത്തുന്നവർ ഒക്കെ ചേർന്ന് വലിയ പിന്തുണ കൊടുക്കുന്നത് നമ്മൾ പല ഘട്ടത്തിൽ കണ്ടിട്ടുണ്ട്. ആ പിന്തുണയുടെ പിൻബലത്തിൽ അവർ കാട്ടിക്കൂട്ടുന്നതാണ് ഇതൊക്കെ എന്ന് വ്യക്തവുമാണ്. ചോദ്യം ഇതാണ്: ക്യാമ്പസുകളിൽ SFIക്ക് പ്രത്യേക രാഷ്ട്രീയ സിലബസ് ഉണ്ടോ? തീർച്ചയായിട്ടും. നമ്മൾക്കറിയാം, കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെയൊക്കെ ഒരു രീതി നമ്മൾക്കറിയാം. കണ്ണൂർ ജില്ലയിലെ ഡിവൈഎഫ്ഐയുടെ നേതാവായിരുന്ന PP ദിവ്യ അടക്കമുള്ള ആളുകൾ അവിടുത്തെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ ആത്മഹത്യയിലേക്ക് കൊണ്ടുപോയിട്ടുള്ള സാഹചര്യത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഒരു അഹങ്കാരത്തിൻ്റെ ഭാഷയിൽ അത്തരത്തിലുള്ളൊരു വർത്തമാനം പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആത്മഹത്യ ചെയ്തു. ഇത് ഇവരുടെയൊക്കെ ഒരു രീതിയാണ്, ഇടതുപക്ഷത്തിൻ്റെ രീതിയാണ്. ക്യാമ്പസുകൾക്കകത്ത് പ്രത്യേകിച്ച് ഒരു ഭീഷണിയും കയ്യൂക്കിൻ്റെ തരത്തിലേക്ക് മാറുകയും ക്യാമ്പസുകളിൽ തങ്ങൾ മാത്രം മതിയെന്ന ഒരു ഏകാധിപത്യ നിലപാട്, ആ നിലപാട് പലപ്പോഴും SFIയുടെ സമരങ്ങൾക്കായാലും SFIയുടെ പ്രവൃത്തികൾക്കായാലും പലപ്പോഴും ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ ഈ കാലടി സംസ്കൃത സർവകലാശാലയുടെ വിഷയങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ തന്നെ ഒരുപാട് റീജിയണൽ സെൻറ്ററുകൾ കാലടി സംസ്കൃത സർവകലാശാലയ്ക്ക് ഉണ്ടായിരുന്നു. പലതും ഇന്ന് വിദ്യാർത്ഥികളില്ലാതെ പല റീജിയണൽ സെൻറ്ററുകളും പൂട്ടിപ്പോകുന്ന സാഹചര്യമുണ്ട്. തൃശ്ശൂരിലെ റീജിയണൽ സെൻറ്ററിൽ പൂട്ടിപ്പോയിട്ടുണ്ട്. അതുപോലെ തന്നെ പയ്യന്നൂർ അടക്കമുള്ള റീജിയണൽ സെൻറ്ററുകളിൽ അവിടെയെല്ലാം വിദ്യാർത്ഥികളുടെ എണ്ണം വളരെ കുറഞ്ഞിട്ടാണ് നിലവിലത്തെ സാഹചര്യത്തിലുള്ളത്. ഇതൊക്കെ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാകുന്നത്? ഈ സംസ്കൃത സർവകലാശാലയിൽ ഈ രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരം കൊണ്ട് വിദ്യാർത്ഥികളുടെ പഠനത്തിൻ്റെ അന്തരീക്ഷം തകർക്കുന്ന ഒരു പ്രവണതയാണ് പലപ്പോഴും ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ സംസ്കൃത സർവകലാശാലയുടെ വിദ്യാർത്ഥികളുടെ എണ്ണം എടുത്ത് പരിശോധിച്ചാൽ ഒരു 10 വർഷത്തിന് മുമ്പുള്ള വിദ്യാർത്ഥികളുടെ എണ്ണം, ഇപ്പോഴത്തെ വിദ്യാർത്ഥികളുടെ എണ്ണം വലിയ രീതിയിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇതിനെതിരെയിട്ടുള്ള അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലുള്ള ഒരു ഭരണകൂടം എന്തു ചെയ്തു എന്നുള്ള വലിയൊരു ചോദ്യം ചോദിക്കുന്ന സമയത്ത് SFI എവിടെയും മറുപടി പറയുന്നില്ല. SFI കഴിഞ്ഞ കാലത്തെക്കുറിച്ചല്ല മറുപടി പറയുന്നത്. SFI ഈ 3 മാസത്തിനിടയുണ്ടായ വിഷയമായിട്ടാണ് SFI പലപ്പോഴും ക്യാമ്പസിൽ അവതരിപ്പിക്കുന്നത്. ഇവിടെ ഈ സിസ തോമസ് എന്ന ബഹുമാനപ്പെട്ട VC-ക്കെതിരായുള്ള സമരം പലപ്പോഴും വ്യക്തിപരമായിട്ടുള്ള ഒരു സമരമായിട്ടാണ് മാറുന്നത്. VC-മാർക്കെതിരായുള്ള സമരങ്ങൾ അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലിരിക്കുന്ന വ്യക്തികൾക്കെതിരായുള്ള സമരങ്ങൾ പലപ്പോഴും അവരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവർക്കെതിരായിട്ടുള്ള വ്യക്തിപരമായ അധിക്ഷേപങ്ങളും ഭീഷണികളും ഒക്കെ SFI നേതൃത്വം കൊടുക്കുന്നു. നമ്മൾ കണ്ടതാണ്. കേരളവർമ്മ കോളേജിൽ ഉൾപ്പെടെ, തൃശ്ശൂർ ജില്ലയിലെ കേരളവർമ്മ കോളേജിൽ ഉൾപ്പെടെ സരസ്വതി ദേവിയുടെ നഗ്ന ചിത്രം വരച്ചുകൊണ്ട് പറയുന്നു ഞങ്ങളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണെന്നാണ് SFI എന്ന് വിശേഷിപ്പിച്ചത്. ഇതാണ് ഇവരുടെയൊക്കെ ഒരു ആവിഷ്കാരവും ഇവരുടെ സ്വാതന്ത്ര്യവും ഇവരുടെ രീതികളുമെല്ലാം ഇതൊക്കെയാണ്. അതിനെതിരെയുള്ള വലിയ തരത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാൻ, ഇതിനെതിരായിട്ടുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാൻ പോലും ക്യാമ്പസുകളിൽ ഇടമുണ്ടാകുന്നില്ല. ഇത് പലപ്പോഴും എന്തുകൊണ്ടാണ്? ക്യാമ്പസുകളിലുള്ള ഇടതുപക്ഷത്തിൻ്റെ അവരുടെ കൂടെ നിൽക്കുന്ന അധ്യാപകർ SFIക്ക് എല്ലാ ഒത്താശയും ചെയ്യുന്നു. കഴിഞ്ഞ വർഷമാണ്, ഞാൻ നേരത്തെ പറഞ്ഞു, ഗീതാകുമാരി എന്ന വൈസ് ചാൻസലർക്കെതിരായിട്ടുള്ള സമരം നടക്കുന്ന സമയത്ത് അവിടെ ABVPയുടെ പ്രവർത്തകരെ ആക്രമിക്കുവാൻ അവിടെ ഒരു അധ്യാപിക, ഈ സംസ്കൃത സർവകലാശാലയിലെ അധ്യാപിക പറയുന്നു, നിങ്ങൾ ആ വിഷ്വൽ എടുത്ത് പരിശോധിച്ചാൽ ഇപ്പോൾ യൂട്യൂബിലൊക്കെ കിടക്കുന്നുണ്ട്, പറയുന്നു ABVPക്കാരെ ആക്രമിക്കണം. SFIക്കാരോട് പറയാണ് ആ സംസ്കൃത സർവകലാശാലയിലെ ഒരു അധ്യാപിക പറയുന്നു ABVPക്കാരെ ആക്രമിക്കുക അല്ലെങ്കിൽ ABVPക്കാരെ മർദ്ദിക്കണം, അവരവിടെ നിന്ന് മാറ്റണം. ഗീതാകുമാരി ബഹുമാനപ്പെട്ട കഴിഞ്ഞ VC-ക്കെതിരായുള്ള സമരം നടക്കുന്ന സമയത്ത് ഒരു അധ്യാപിക വിളിച്ചു പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള പിന്തുണകൾ ഈ SFIക്കും അതുപോലെ തന്നെയുള്ള വിദ്യാർത്ഥി സംഘടനകൾക്കും ഉണ്ടാകുന്നത് കൊണ്ടാണ് ഇതുപോലെയുള്ള സമരാഭാസങ്ങൾ ക്യാമ്പസുകളിൽ നടക്കുന്നത്. എങ്ങനെയാണ് ഒരു വിദ്യാർത്ഥി സംഘടന ആകാത്തത്? എങ്ങനെയാണ് ഇതുപോലെയൊരു വിദ്യാർത്ഥി സംഘടന നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ ക്യാമ്പസുകളിൽ ഒരിക്കലും ഇതുപോലെയുള്ള സമരങ്ങൾ സംഘടിപ്പിക്കാതിരിക്കുവാനുള്ള ഒരു കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും ഇത്തരത്തിലുള്ള ചർച്ചകൾ മാത്രം ഒതുങ്ങാതെ വ്യക്തമായിട്ടുള്ള നടപടികൾ എടുക്കുവാൻ വേണ്ടിയിട്ട് പലപ്പോഴും ഇവിടുത്തെ അധികാരികൾ തയ്യാറാകണം. അധികാരികൾ നടപടി എടുക്കുക തന്നെ വേണം.